നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി എക്സ് റേസ് ടു 5 പ്ലസ് 3y dx പ്ലസ് 2x മൈനസ് ഇ റേസ് ടു y ക്യൂബ് dy where c is the circle x minus 1 whole square plus y minus 5 whole square equal to 4. ഇവിടെ തന്നിട്ടുള്ള ക്ലോസ്ഡ് കർവ് സി ഓർഡേഡ് പെയർ 1,5 സെന്റർ ആയിട്ട് 2 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. ആ കർവിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാം. ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആറിനെ ബൗണ്ട് ചെയ്യുന്ന ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ് സി എന്ന് വിചാരിക്കുക. ദെൻ പിയും ക്യൂവും ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും റീജിയൻ ആറിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആണെന്നാണ് ഗ്രീൻസ് തിയറത്തിൽ പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള സർക്കിൾ ഒരു സ്മൂത്ത് കർവ് ആണ്. അത് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഡിസ്ക് അത് സിംപ്ലി കണക്റ്റഡ് ആണ്. ഇവിടെ പി ഈക്വൽ ടു എക്സ് റേസ് ടു 5 പ്ലസ് 3y, ക്യൂ ഈക്വൽ ടു 2x മൈനസ് ഇ റേസ് ടു y ക്യൂബ്. രണ്ടും റീജിയൻ ആറിൽ കണ്ടിന്യൂസ് ആണ്. ദെൻ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു 3, ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2. രണ്ടും കോൺസ്റ്റന്റ് ഫങ്ഷൻസ് ആണ്. സോ അവ റീജിയൻ ആറിൽ കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഗ്രീൻസ് തിയറം അപ്ലിക്കബിൾ ആണ്. ഗിവൺ ലൈൻ ഇന്റഗ്രൽ കർവ് സിയുടെ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നത് കുറച്ച് ലെങ്തി ആണ്. സോ നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ബൈ ഗ്രീൻസ് തിയറം ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി എക്സ് റേസ് ടു 5 പ്ലസ് 3y dx പ്ലസ് 2x മൈനസ് ഇ റേസ് ടു y ക്യൂബ് dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇവിടെ ആർ ഡിനോട്ട് ചെയ്യുന്നത് ഗിവൺ സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന ഡിസ്കിനെയാണ്. which is equal to double integral over r 2 minus 3 dA which is equal to minus of double integral over r dA. ഇന്റഗ്രാൻഡ് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാതെ തന്നെ ഈ ഡബിൾ ഇന്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്നുള്ളത് റീജിയൻ ആറിന്റെ ഏരിയ ആണെന്ന്. ഇവിടെ റീജിയൻ ആർ ഒരു സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന ഡിസ്ക് ആണ്. അതിന്റെ റേഡിയസ് 2. സോ ആ സർക്കിളിന്റെ ഏരിയ പൈ ഇൻറ്റു 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 4π. അതാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എയുടെ വാല്യൂ. സോ ഗിവൺ ലൈൻ ഇന്റഗ്രൽ ഈക്വൽ ടു മൈനസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 4π എന്ന് കിട്ടും. Then next question, find the work done by the force F equal to minus 16y plus sin x square I plus 4 e raised to y plus 3x square j acting along the simple closed curve C shown in figure. ഇവിടെ ഒരു ക്ലോസ്ഡ് കർവിലൂടെയുള്ള ഗിവൺ ഫോഴ്സ് ഫീൽഡിന്റെ വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി എഫ് ഡോട്ട് ഡി ആർ ആണെന്ന്. ഹിയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി മൈനസ് 16y പ്ലസ് സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 4 ഇ റേസ് ടു വൈ പ്ലസ് 3x സ്ക്വയർ ഡി വൈ. ഇവിടെ ഫിഗറിൽ തന്നിരിക്കുന്ന പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള ക്ലോസ്ഡ് കർവിന്റെ 3 ഡിഫറെന്റ് പാർട്ടീഷൻസിന്റെ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിച്ച് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ലെങ്തിയാണ്. അതുപോലെ ഇന്റഗ്രാൻഡിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസും ഉണ്ട്. സോ നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഹിയർ പി ഈക്വൽ ടു minus 16y plus sin x square
and q equal to 4 e raised to y plus 3x square. രണ്ട് ഫംഗ്ഷൻസും എക്സ് വൈ പ്ലെയിനിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണ്. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു -16 ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു 6x. അവയും എക്സ് വൈ പ്ലെയിനിൽ കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഗിവൺ ക്ലോസ്ഡ് കർവ് സി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ യൂണിറ്റ് സർക്കിളിന്റെ ഒരു സെക്ടർ ആണ്. ആ റീജിയനെ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Then by Green's theorem, W equal to integral over closed curve C minus 16y plus sin x square dx plus 4 e raised to y plus 3x square dy, which is equal to integral over closed curve C p dx plus q dy equal to double integral over r dou q by dou x minus dou p by dou y dA, which is equal to double integral over r 6x plus 16 dA. റീജിയൻ 6 ഡിസ്കിന്റെ ഒരു പോർഷൻ ആയതുകൊണ്ട് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. എക്സ് വൈ പ്ലെയിനിൽ റീജിയൻ 6നെ ബൗണ്ട് ചെയ്യുന്നത് ഒറിജിൻ സെന്റർ ആയിട്ടുള്ള യൂണിറ്റ് സർക്കിളും y ഈക്വൽ ടു എക്സ് y ഈക്വൽ ടു -x ഈ ലൈൻസുമാണ്. പോളാർ കോർഡിനേറ്റ്സിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിന്റെ ഇക്വേഷൻ r ഈക്വൽ ടു 1 ആണ്. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ തീറ്റ ഈക്വൽ ടു π/4 എന്ന റേ ആണ്. അതുപോലെ y ഈക്വൽ ടു -x എന്ന ലൈൻ തീറ്റ ഈക്വൽ ടു 3π/4 എന്ന റേ ആണ്. സോ ആർ തീറ്റ പ്ലെയിനിൽ റീജിയൻ 6നെ ബൗണ്ട് ചെയ്യുന്നത് r ഈക്വൽ ടു 1 എന്ന സർക്കിളും തീറ്റ ഈക്വൽ ടു π/4 തീറ്റ ഈക്വൽ ടു 3π/4 ഈ റേസുമാണ്. ഈ റീജിയനിലേക്ക് ഒരു റേ വരച്ചാൽ അത് റീജിയൻ 6ലേക്ക് എൻ്റർ ചെയ്യുന്നത് r ഈക്വൽ ടു 0യിലൂടെയും ലീവ് ചെയ്യുന്നത് r ഈക്വൽ ടു 1ലൂടെയുമാണ്. സോ ഇന്റഗ്രേഷന്റെ r-ന്റെ ലിമിറ്റ്സ് r ഈക്വൽ ടു 0 മുതൽ r ഈക്വൽ ടു 1 വരെ. തീറ്റയുടെ വേരിയേഷൻ തീറ്റ ഈക്വൽ ടു π/4 മുതൽ തീറ്റ ഈക്വൽ ടു 3π/4 വരെ. പോളാർ കോർഡിനേറ്റ്സിൽ x ഈക്വൽ ടു r cos തീറ്റ, ഡിഫറൻഷ്യൽ dA ഈക്വൽ ടു r dr d തീറ്റ. സോ വർക്ക് ഡൺ W ഈക്വൽ ടു ഇന്റഗ്രൽ π/4 ടു 3π/4 ഇന്റഗ്രൽ 0 ടു 1 6r cos തീറ്റ പ്ലസ് 16 r dr d തീറ്റ, which is equal to integral π/4 to 3π/4 integral 0 to 1 6r square cos theta plus 16r dr d theta. With respect to r partially integrate ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ 6 cos theta കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് ടൈമിന്റെ ആന്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r 6 cos theta into r cube by 3, that is 2 cos theta into r cube. സെക്കൻഡ് ടൈമിന്റെ ആന്റി ഡെറിവേറ്റീവ് 16 into r square by 2, that is 8r square. So with respect to r partially integrate ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഇന്റഗ്രൽ π/4 to 3π/4 2 cos theta into r cube plus 8r square d theta. r-ന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ π/4 to 3π/4 2 cos theta plus 8 d theta എന്ന് കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 2 cos തീറ്റയുടെ ആന്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ 2 sin തീറ്റ. കോൺസ്റ്റന്റ് 8ന്റെ ആന്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ 8 തീറ്റ. സോ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. 2 sin തീറ്റ പ്ലസ് 8 തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 2 into sin 3π/4 minus sin π/4 plus 8 into 3π/4 minus π/4. sin 3π/4 sin π/4 1/√2 ആണ്. So W equal to
2 into 1 by root 2 minus 1 by root 2 plus 8 into pi by 2 which is equal to 4 pi. So work done W equal to 4 pi. ഇത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, verify Green's theorem by evaluating both the integrals. Integral over closed curve C minus y square dx plus x square dy equal to double integral over R 2x plus 2y dA, where C is the circle, x equal to 3 cos t, y equal to 3 sin t, 0 less than or equal to t less than or equal to 2 pi, taken in anti-clockwise direction. ഗ്രീൻസ് തിയറം ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിനെ വെരിഫൈ ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലോസ്ഡ് കർവ് സി 3 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സർക്കിളാണ്. ആ കർവ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആറ്, സെയിം റേഡിയസ് ഉള്ള ഡിസ്കും. ഇവിടെ പി ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ, ക്യൂ ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് 2y ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x. ഈ 4 ഫംഗ്ഷൻസും റീജിയൻ ആറിൽ കണ്ടിന്യൂസ് ആണ്. റീജിയൻ ആറ് സിംപ്ലി കണക്റ്റഡ് ആണ്. ദെൻ ഗ്രീൻസ് തിയറത്തിൽ പറയുന്നത് ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആണെന്നാണ്. ഈ കേസിലാണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2x പ്ലസ് 2y ഡി എ. ഇത് നമുക്ക് രണ്ട് ഇന്റഗ്രൽസും ഇവാലുവേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം. ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. കർവ് സിയുടെ പാരാമീറ്ററൈസേഷൻ x ഈക്വൽ ടു 3 cos t, y ഈക്വൽ ടു 3 sin t, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 pi. So dx ഈക്വൽ ടു minus 3 sin t dt and dy equal to 3 cos t dt. Then integral over closed curve C minus y square dx plus x square dy equal to integral 0 to 2 pi minus 9 sin square t into minus 3 sin t dt plus 9 cos square t into 3 cos t dt, which is equal to integral 0 to 2 pi 27 sin cube t plus 27 cos cube t dt, which is equal to 27 into integral 0 to 2 pi sin cube t plus cos cube t dt. നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണെന്ന്. സോ സൈൻ ക്യൂബ് ടി പ്ലസ് കോസ് ക്യൂബ് ടി ഈക്വൽ ടു sin t plus cos t into sin square t minus sin t cos t plus cos square t. sin square t plus cos square t equal to 1 ആയതുകൊണ്ട് which is equal to sin t plus cos t into 1 minus sin t cos t. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ sin t minus sin square t into cos t plus cos t minus sin t into cos square t എന്ന് കിട്ടും. So integral over closed curve C minus y square dx plus x square dy equal to 27 into integral 0 to 2 pi sin t plus cos t minus sin square t cos t minus sin t cos square t dt, which is equal to 27 into integral 0 to 2 pi sin t plus cos t dt minus 27 into integral 0 to 2 pi sin square t into cos t dt minus 27 into integral 0 to 2 pi cos square t into sin t dt. ഫസ്റ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ 27 into minus cos t plus sin t എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 27 into minus cos 2 pi plus cos 0 plus sin 2 pi minus sin 0 എന്ന് കിട്ടും. cos 2 പൈയും cos 0യും 1 ആണ്. sin 2 പൈയും sin 0യും 0യുമാണ്. ഇതെല്ലാം യൂസ് ചെയ്താൽ
ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 എന്ന് കിട്ടും. Then consider second integral -27 into integral 0 to 2 pi sin square t into cos t dt. Put u equal to sin t. Then du equal to cos t dt. t equal to 0 ആകുമ്പോൾ u equal to sin 0 which is equal to 0. t equal to 2 pi ആകുമ്പോൾ u equal to sin 2 pi which is equal to 0. So integral 0 to 2 pi sin square t cos t dt equal to integral 0 to 0 u square du എന്ന് കിട്ടും, which is equal to 0. Then third integral consider ചെയ്യുന്നു. -27 into integral 0 to 2 pi cos square t into sin t dt. cos t ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ പ്രൊസീഡ് ചെയ്താൽ ഈ ഇന്റഗ്രലും 0 എന്ന് കിട്ടും. സോ ലൈൻ ഇന്റഗ്രൽ ഓവർ ക്ലോസ്ഡ് കർവ് സി -y square dx plus x square dy equal to 0. സോ ലെഫ്റ്റ് സൈഡ് 0 എന്ന് കിട്ടി. ഇനി റൈറ്റ് സൈഡിലുള്ള ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. റീജിയൻ 6 x square plus y square equal to 9 എന്ന സർക്കിളിന്റെ ഇന്റീരിയർ ആണ്. റീജിയൻ 6 ഡിസ്കിന്റെ പോർഷൻ ആയതുകൊണ്ട് വേണമെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്ത് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നെ യൂസ് ചെയ്യാം. ഇതാണ് റീജിയൻ 6. ഈ റീജിയനിലേക്ക് പോസിറ്റീവ് y ആക്സിസിന്റെ ഡയറക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നത് y ഈക്വൽ ടു -√9 - x² ലൂടെയും ലീവ് ചെയ്യുന്നത് y ഈക്വൽ ടു √9 - x² ലൂടെയുമാണ്. സോ ഇന്റഗ്രേഷന്റെ വൈഡ് ലിമിറ്റ്സ് y ഈക്വൽ ടു -√9 - x² ടു y ഈക്വൽ ടു √9 - x². എക്സിന്റെ വേരിയേഷൻ -3 മുതൽ 3 വരെ. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 2x plus 2y dA equal to integral -3 to 3 integral -√9 - x² to √9 - x², 2x plus 2y dy dx. ആദ്യം വിത്ത് റെസ്പെക്ട് y പാർഷ്യൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ x ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്കിതുപോലെ കിട്ടും. ഇന്റഗ്രൽ -3 to 3 2xy plus y² dx. വൈഡ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ -3 to 3 2x into 2 into √9 - x² plus 0 dx എന്ന് കിട്ടും. That is integral -3 to 3 4x into √9 - x² dx. Put u equal to 9 - x². Then minus du equal to 2x dx. x equal to -3 ആകുമ്പോൾ u equal to 9 minus -3 whole square which is equal to 0. x equal to 3 ആകുമ്പോൾ u equal to 9 minus 3 square which is equal to 0. സോ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. Therefore, integral over closed curve C -y² dx plus x² dy equal to double integral over R 2x plus 2y dA. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.